മോടെ പേരെന്താ? ഇവളുടെ നട്ടല് വളഞ്ഞാണിരിക്കുന്നത്, യേശു പോലെ വളഞ്ഞാണിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വളഞ്ഞിരിക്കുന്ന ഇവിടെ നട്ടല് നിവരട്ടെ. കർത്താവിന്റെ ഒരു അത്ഭുത സ്പർശനമുണ്ടാവട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളഞ്ഞ നട്ടല് നിവരുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒന്ന് സ്പർശിക്കണമേ. ഓപ്പറേഷൻ കൂടാതെ തന്നെ ഈ നട്ടല് സൗഖ്യമാവട്ടെ, നട്ടല് നിവരട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. തിരിച്ച് നട്ടലൊക്കെ തിരിച്ചു വയ്ക്കേ, തിരിച്ചു വയ്ക്കുക. നട്ടൽ തിരിക്കട്ടെ. ഒന്ന് കുനിഞ്ഞ് മോള്, ഒന്ന് കുനിഞ്ഞ് അവിടെ നിന്ന്. നട്ടലൊന്ന് പിടിച്ചു വയ്ക്കേ. എങ്ങനെയാന്ന് മോളിൽ നിന്ന് താഴെ നിന്ന് പിടിച്ചു വയ്ക്കുക. താഴോട്ട് ഇപ്പൊ എങ്ങനെ അവിടെ ഫീൽ ചെയ്യുന്ന പറഞ്ഞു. മുകളിൽ വളഞ്ഞിട്ടുണ്ട്. താഴെ വശം താഴെ കുഴപ്പമില്ല. മുകളിൽ എവിടെ വളഞ്ഞിരിക്കുന്നു? ഈ ഭാഗം വളഞ്ഞിരിക്കുന്നു. ഈ സഹോദരി പറയുന്നത് താഴെവശം നിവർന്നിട്ടുണ്ട്, മോൾവശം വളഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അമ്മയാണ് പറയുന്നത്. ഹല്ലേലൂയ. ശരിയാണ് പറഞ്ഞത്? ആണോ? ഒന്നുകൂടെ സ്തുതിക്കാം എല്ലാവർക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വളഞ്ഞിരിക്കുന്ന ഈ നട്ടല് നിവരട്ടെ. കർത്താവിന്റെ ഒരു അത്ഭുത സ്പർശനമുണ്ടാവട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നട്ടല് പൂർണ്ണമായിട്ട് നിവരുവാൻ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഇനി ഒന്ന് പിടിച്ചു നോക്കാവോ? ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? നേരെ ആയെന്നാണ് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. മോളെ, കൊച്ചിനെന്താ ഫീൽ ചെയ്യുന്നത്? അവിടെ എന്താ ഫീലിംഗ് ഉണ്ടായത്? തട്ടിപ്പ് നേരെ വരുന്ന ഫീൽ ചെയ്യുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. അവന്റെ ശക്തിക്ക് ഒരു കുറവ് സംഭവിക്കത്തില്ല. കുറവ് സംഭവിച്ചിട്ടില്ല. അവന്റെ ശക്തിയിൽ ആ സൗഖ്യം. വളഞ്ഞിരിക്കുന്ന നട്ടലൊക്കെ നിവരും. ഇവിടെ അമ്മ വന്നപ്പോ പറഞ്ഞു യേശു പോലെ നട്ടൽ നിന്നാണ്. അല്ലേ? ഈശോയ്ക്ക് മഹത്വം.